ഗർഭിണിയായി പ്രസവം കഴിഞ്ഞു. ഞാൻ വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് ഞാൻ പറയാം. പ്രസവം കഴിഞ്ഞു. പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞിന്റെ ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇഖാമത്ത് കൊടുക്കണം, സൂറത്തുൽ ഇന്നാ അൻസൽന ഓതണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, ആലിമ്രാനിന്റെ 32ാമത്തെ ആയത്ത് ഓതണം. ഇതെല്ലാം നമുക്കറിയുന്ന കാര്യങ്ങളാ. ഇതെല്ലാം മോദി അതിനുശേഷം കുഞ്ഞിന് മധുരം കൊടുക്കണം. ആരാ മധുരം കൊടുക്കണ്ടേ? ഇത് ചോദിക്കുമ്പോ ചിലർ ചോദിക്കും, ഇതിലൊക്കെ വല്ല അടിസ്ഥാനവുമുണ്ട്, എന്താ ഇങ്ങേര് പറയണേ? ഞാൻ ചോദിക്കട്ടെ, ചില മക്കൾ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കുമ്പോ ചോദിക്കും, ആരാടാ ഇവനെ തൊട്ടുകൊടുത്തേ? അതെന്തിനാ ചോദിക്കണേ? അടിസ്ഥാനമില്ലെങ്കിൽ ഓരോ ഭർത്താവും ഭാര്യയും പറയാറുണ്ട്, എന്റെ ഉപ്പാപ്പ തൊട്ട് കൊടുത്താൽ മതി, മുറുക്കാനും മുറുക്കി കട്ടൻ പിടി അടിച്ചിടക്കണ മനുഷ്യനെ കൊണ്ടാ തൊട്ടിച്ചു കൊടുക്കുന്നേ. എന്താ അവസ്ഥയാ മനുഷ്യൻ? തൊട്ടുകൊടുക്കുന്നതിലൊരർത്ഥമുണ്ട്. അത് നല്ലവരെ കൊണ്ടേ തൊട്ടുകൊടുക്കാവൂ. കാരണം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, എന്റെ സഹോദരനെ പ്രസവിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുപോയി പ്രവാചകനാ തൊട്ടുകൊടുത്തത്, അള്ളാന്റെ റസൂലാ തൊട്ടുകൊടുത്തത്. എന്നോട് ചോദിച്ചു കാരക്കയുണ്ടോ? അവസാനം പ്രവാചകൻ തന്റെ വായിലിട്ട് ചവച്ചരച്ചിട്ട് അള്ളാന്റെ റസൂലാ മധുരം കൊടുത്തത്. എന്റെ പ്രിയമുള്ളവരെ, തൊട്ടുകൊടുക്കേണ്ടവർ നല്ലവരായിരിക്കണം. ആ തൊട്ടുകൊടുക്കുന്നവന്റെ ആ തൊട്ടുകൊടുക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ആ കുഞ്ഞിനെ സ്വാധീനിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. തൊട്ടുകൊടുക്കുന്നതിൽ അർത്ഥമുണ്ട്. അപ്പൊ നല്ല ആൾക്കാരെ കൊണ്ട്, ഉസ്താദന്മാരെ കൊണ്ട്, സയ്യിദന്മാരെ കൊണ്ട്, നല്ലവരെ കൊണ്ട്, ഏറ്റവും കുറഞ്ഞത് ആശുപത്രിയിലാണെങ്കിലും 5 നേരം നിസ്കരിക്കും.